നമസ്കാരം. വരയിലേക്കുള്ള വഴിയിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ മലയാളം അധ്യാപകനായ ഫാദർ സുനിൽ ജോസ് ആണ്. ഫാദർ, സ്വാഗതം. ഫാദർ, എങ്ങനെയാണ് ഈ ഒരു വരയുടെ വഴിയിലേക്ക് എത്തുന്നത്? വരയുടെ വഴിയിലേക്ക് ഞാൻ വരുന്നത് കൃത്യമായിട്ട് എനിക്കൊരു ഓർമ്മയൊന്നുമില്ല. ഒരുപക്ഷെ ഓർമ്മ വയ്ക്കുന്ന നാള് മുതൽ വരയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ സ്കൂളിലൊക്കെ ചേരുന്നതിന് മുമ്പേ വര തുടങ്ങി. അത് വലിയൊരു വരയായിട്ടൊന്നും ആരും, എല്ലാ കുട്ടികളും വരയ്ക്കുമല്ലോ ചെറുപ്പത്തിൽ, അതുപോലെ വരച്ചു തുടങ്ങി. പക്ഷെ കൃത്യമായിട്ടൊരു എന്നിലെ വര ഒരു ആർട്ടിസ്റ്റിനെ, ഒരു കലാകാരനെ കണ്ടെത്തിയ ഒരു അനുഭവം ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ നന്നായിട്ട് വരയ്ക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവനെയാണ് എല്ലാ വർഷവും ബാലകലോത്സവത്തിനൊക്കെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാവശ്യം അവനെ കൊണ്ടുപോകാനായിട്ട് സെലക്ട് ചെയ്യും. മത്സരങ്ങളൊന്നുമില്ല, അവനെ നേരിട്ട് കൊണ്ടുപോവാണ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനും ഒന്ന് വരച്ചു നോക്കിയാലോ സാറേ എന്ന് പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു, ശരി, നമുക്കൊരു മത്സരം വെക്കാം. അങ്ങനെ ഒരു മത്സരം വെക്കി. അതിൽ എനിക്ക് 1ാം സമ്മാനം കിട്ടുകയും ഞാൻ അങ്ങനെ സബ് ജില്ലയിലേക്ക് പോവുകയും അവിടെയും 1ാം സമ്മാനം കിട്ടുകയും ചെയ്തതോടുകൂടിയാണ് സ്കൂളിലൊക്കെ ഒരു വരയ്ക്കുന്ന ഒരാളാണ് എന്ന നിലയിൽ വരയ്ക്കുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തത്. സീരിയസ് ആയിട്ട് അന്നത്തെ കാലത്ത് എന്ത് സീരിയസ് എന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷെ എങ്കിലും ഞാൻ പറഞ്ഞു, കുട്ടികളുടെ നിലയിലുള്ള ഒരു വര തുടങ്ങിയത് അവിടെ വെച്ചാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ അതാണ് ഒരു പോയിന്റ്. ഇപ്പൊ ചിത്രകാരന്മാരെ നോക്കുകയാണെങ്കിൽ എല്ലാ നിറങ്ങളോടും ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. പക്ഷെ എന്നിരുന്നാലും ഏതെങ്കിലും ഒരു നിറത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു നിറത്തിനോട് ഒരു ബന്ധം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്കൊരു നീല നിറത്തിന്റെ കൃത്യമായിട്ടൊരു നീല എന്ന് പറയില്ല, അതിന്റെ പല വൈവിധ്യങ്ങൾ, നീലയുടെ പലതരം നീലകൾ, പലതരം പച്ചകൾ, ഇതിനോടൊക്കെ ഒരു ആഭിമുഖ്യമുണ്ട്. നീലയും പച്ചയും ഒക്കെ പ്രകൃതിയുടെ നിറങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അച്ഛൻ വരയ്ക്കുമ്പോ ഈ പറഞ്ഞ പോലെ ഈ 2 നിറങ്ങളും കൂടുതലായിട്ടും വരയിൽ വരാറുണ്ടോ? മിക്കവാറൊക്കെ നമ്മളൊരു അബോധത്തിൽ അത് ഇങ്ങനെ വരുന്നുണ്ട്. കുറെയൊക്കെ വരും, കുറച്ചൊക്കെ നമ്മളത് മനഃപൂർവ്വം മാറ്റിവെക്കാനും ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമല്ലല്ലോ, കാരണം ഏതാണോ വരയ്ക്കുന്ന ആ ഒരു തീം അനുസരിച്ച് വേണമല്ലോ. ചിത്രകലയില് ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇതില് ഏതിനോടാണ് ഫാദറിന് കൂടുതൽ താല്പര്യം വരയ്ക്കാനായിട്ട്? നമ്മൾ ഈ ഫോട്ടോഗ്രാഫിയുടെ ഒരു കാലമാണല്ലോ. അപ്പൊ ഈ യഥാർത്ഥ ചിത്രങ്ങളുണ്ട്, റിയാലിറ്റി അല്ലെ, റിയലിസ്റ്റിക് പെയിന്റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ഒരു ചിത്രകാരന്റെ ഒരു പുതുമ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പുതുതായിട്ട് കൊടുക്കാനുള്ളത് പലപ്പോഴും അബ്സ്ട്രാക്ട് ചിത്രങ്ങളിലാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്നത് കൂടുതലും ഈ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ചിത്രങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു വരയുടെയും ഒരു കലാകാരന്റെ സാധ്യത കൂടുതൽ അതിലൂടെ കൊടുക്കാൻ പറ്റും തോന്നുന്നു. കാരണം കൃത്യം വരച്ചു വെക്കുന്നതിനപ്പുറത്ത് എന്തോ ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് ഒരു വരയിലോ ഒരു വരിയിലോ ഒരു വാക്കിലോ പറയാൻ പറ്റാത്തത് എന്തോ ഉണ്ടാവുമല്ലോ, അതാണല്ലോ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു കുറച്ചുകൂടെ ഒരു നല്ല മീഡിയം ആയിട്ട് എനിക്ക് അബ്സ്ട്രാക്ട് ആയിട്ട് തോന്നി. അപ്പൊ ഓയിൽ പെയിന്റ് ആണോ, ആക്രിലിക് ആണോ, വാട്ടർ കളർ ആണോ, ഏത് മീഡിയ യൂസ് ചെയ്യാറ്? എല്ലാ മീഡിയ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് കൂടുതലും ആക്രിലിക്കാണ് ഉപയോഗിക്കാൻ ഇഷ്ടം. കുറച്ചുകൂടി എളുപ്പം എനിക്ക് വഴങ്ങുന്നു തോന്നുന്നു. ഞാൻ ഇത്തിരി സ്പീഡ് ചെയ്യുന്ന ആളാണ് വർക്ക്. അപ്പൊ സ്പീഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ആ ഒരു സ്പീഡിൽ പറ്റുന്ന ഒരു മീഡിയമാണ് ആക്രിലിക് എന്ന് തോന്നുന്നു. വാട്ടർ കളറൊക്കെ ചെയ്യാറുണ്ട്, നൈഫും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പല ചിത്രകാരന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, യാത്രയിൽ കാണുന്ന ഓരോ മുഖങ്ങൾ അല്ലെങ്കിൽ ഓരോരോ സീനറികൾ, ഇതൊക്കെ വരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടെന്ന്. അങ്ങനെ യാത്രയിൽ എന്തെങ്കിലും അനുഭവങ്ങൾ അച്ഛന് വരയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. യാത്ര ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ. പക്ഷെ യാത്രയിലെ ഒരു യാത്രാ അനുഭവം അത് കാണുന്ന അതുപോലെ ഞാൻ പകർത്തിയിട്ടില്ല. പക്ഷെ നമ്മുടെ അബോധത്തിൽ നമ്മുടെ യാത്രയെ നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പർശിക്കാം. അതുപോലെ ചിലപ്പോൾ അതിൻ്റെതായ ഒരു സമയത്ത് അത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കലയായി നമ്മുടെ ഉള്ളിലൂടെ പുറത്തു വരികയും ചെയ്യും. നമുക്ക് ഏത് മേഖലയായാലും ആരെങ്കിലും ഒരാൾ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരുണ്ടാവും. അതിപ്പോ വായനയിലായാലും ചിത്രരചനയിലായാലും. ഫാദറിനെ ആരാണ് ചിത്രരചനയിൽ കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്?
അത് ഞാൻ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ പേരൻസ് ഒക്കെ തീർച്ചയായിട്ടും ആദ്യകാലം തൊട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ കാലത്തെ ഒരു കുട്ടിത്തത്തിന്റെ ഒരു കാര്യം ഞാനിങ്ങനെ വരച്ചു, കടലാസ് ഇങ്ങനെ പറപ്പിച്ചു വിടും. അപ്പൊ ഞങ്ങളുടെ വീടുകളിലോട്ട് ആഘോറിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങളെ ചെമ്പോട്ടിക്കൽ ആശാൻ എന്നാണ് പറയുന്നത്. ഒരു പഴയ മനുഷ്യൻ, ജ്ഞാനവൃദ്ധൻ, വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഒറ്റയായിട്ട് ജീവിക്കുന്നു, വല്ലപ്പോഴൊക്കെ വീട്ടിൽ വരും, ഭക്ഷണം കഴിക്കും, അങ്ങനെ പോകുന്ന ഒരു അറിവുള്ള ഒരാള്. അപ്പൊ അദ്ദേഹത്തോട് എല്ലാവർക്കും ഒരു വലിയ ആരാധനയും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പൊ വീട്ടിൽ മിക്കവാറും വരും. എന്റെ കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയാണ്, ടാഗോറിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്, വടിയൊക്കെ കുത്തിപ്പിടിച്ച് വരും. അപ്പൊ ഒരു ദിവസം ഞാൻ എന്റെ ചിത്രങ്ങൾ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം വരുന്നത്. അപ്പൊ അദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞു, ഇവനിങ്ങനെ ഈ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ച് പറപ്പിച്ചു വിടുന്നത് ശരിയല്ല, അത് നിങ്ങൾ നോട്ട്ബുക്ക് വാങ്ങിച്ചു കൊടുക്കും, അപ്പൊ അതിനകത്ത് വൃത്തിയായിട്ട് വരച്ചു വെക്കാൻ, അടുക്കി വെക്കാൻ. അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. പ്രത്യേകിച്ചും ഈ ദൈവങ്ങളുടെ ചിത്രങ്ങൾ, ജീസസിന്റെ ചിത്രങ്ങൾ വരയ്ക്കും, മാതാവിന്റെ ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അപ്പൊ ആ സമയത്ത് വീട്ടുകാർക്ക് ഒരു ചെറിയ ആശങ്കയാണ്, കുട്ടിക്കളിയല്ല, ദൈവവും കുട്ടിക്കളിയും തമ്മിൽ കൂട്ടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എന്നെ ഒന്ന് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പേരൻസ് ഒക്കെ. പ്രത്യേകിച്ച് ഞാൻ വര കഴിഞ്ഞ് കുറച്ചും കൂടെ ക്ലേ മോഡലിംഗ് ഒക്കെ തുടങ്ങി ആ സമയത്ത്. അപ്പൊ ഈശോയൊക്കെ ഇങ്ങനെ ക്ലേ മോഡൽ ഉണ്ടാക്കി വെക്കുമ്പോൾ പേരൻസിനൊക്കെ ഒരു ചെറിയ ഇതെന്താ അത്ര ശരിയല്ലല്ലോ, എന്തൊക്കെ ദൈവകോപം എന്നൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അദ്ദേഹം ചെയ്യട്ടെ, അവൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പ്രോത്സാഹനം ഇപ്പോഴും എനിക്കൊരു അനുഗ്രഹമായിട്ട് എന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം ഇപ്പൊ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, കുട്ടിക്കാലത്ത് ഒരു ഓർമ്മയാണ്. പക്ഷെ അത് വളരെ വലിയൊരു പ്രചോദനമായിട്ട് മനസ്സിലുണ്ട്. ക്ലേ മോഡലിംഗിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ചിത്രരചനയും ക്ലേ മോഡലിംഗും ഒന്നും അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? വായനയോ എഴുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു അധ്യാപകൻ എന്ന നിലയിൽ വായന എന്റെ ഒരു അവശ്യ ഘടകവുമാണല്ലോ. അപ്പൊ വായിക്കുന്നു. അതുപോലെ പുസ്തകങ്ങൾ ഉണ്ട്, ഒരു 15ഓളം പുസ്തകങ്ങൾ സ്വന്തമായിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 3 കവിത പുസ്തകങ്ങൾ, ഒരു പുതിയ പുസ്തകം വരാൻ പോകുന്നുണ്ട്. കൂടാതെ CBSE സിലബസിൽ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പാഠപുസ്തകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു 10 എണ്ണം, LKG മുതൽ 8ാം ക്ലാസ് വരെ. പ്രിയ മലയാളം എന്ന പേരിൽ പൂർണ്ണ പബ്ലിക്കേഷൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക്. ഓക്കെ, കവിതയാണ് കൂടുതൽ ഇഷ്ടം? കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കവിത മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളും സാഹിത്യത്തിൽ വായിക്കാറുണ്ട്. എഴുതുന്നത് കൂടുതലും കവിതയാണ്. ചിത്രകലയിലായാലും നമ്മളെപ്പോഴും നമ്മളെ തന്നെ ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം, ഇംപ്രൂവ് ചെയ്യണം അല്ലെ? അപ്പൊ അതിനായിട്ട് എന്തൊക്കെ പരീക്ഷണങ്ങളാണ് ചെയ്യാറുള്ളത്? ഞാൻ ചെയ്യുന്നത് ഒരു കൃത്യമായ രീതിയിൽ ഒരു ചിത്രകലയിൽ ഒരു പഠനമൊന്നും നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ പരീക്ഷണമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഒരു പഠനത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ അരുത് അല്ലെങ്കിൽ ഇങ്ങനെ ആവാം എന്നൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കൃത്യമായവരാരും വെട്ടിത്തെളിച്ച വഴിയിലൂടെ അല്ല. വീട്ടിലാരും അങ്ങനെ ചിത്രകല ഒരു പാരമ്പര്യമുള്ള ആളുകളും അല്ല. അപ്പൊ ഞാൻ എന്റെ നിലയിൽ ചെയ്യുന്നതൊക്കെ പരീക്ഷണമാണ്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കുരിശ് വര നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പരമ്പരാഗതമായ ഒരു കുരിശ് വരയല്ല, മറിച്ച് അതിനപ്പുറത്തൊരു വേരുകളൊക്കെയുള്ള നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന വ്യത്യസ്തമായ ഒരു 1000-2000ഓളം കുരിശ് തന്നെ വരച്ചിട്ടുണ്ട്. എനിക്ക് ഇല്ലുസ്ട്രേഷൻ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ അതൊരു എന്റെ തന്നെ ഒരു ഒരുപാട് പരീക്ഷണങ്ങൾ അതിന്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. ഫാദർ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് നമുക്കുണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതൊക്കെ ഉണ്ടെങ്കിലും ചിത്രകാരന് ഏകജാലകം എന്ന് പറയുന്നത് എക്സിബിഷൻസ് തന്നെയാണ്. അപ്പൊ ഫാദർ ഇതുപോലെ എക്സിബിഷൻസ് ഒക്കെ നടത്താറുണ്ടോ? എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പറയാൻ മാത്രമുള്ള എക്സിബിഷൻസ് ഉണ്ട്. സെമിനാരിയിൽ ബാംഗ്ലൂരാണ് ഞാൻ പഠിച്ചത്, ധർമാരം കോളേജിൽ. അപ്പൊ അവിടെ തന്നെ ആ സമയത്ത് തന്നെ ഒരു 1-2 എക്സിബിഷൻസ് ബാംഗ്ലൂർ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2004 പൂർണ്ണ 2004 എന്ന പേരിൽ ഒരു കേരളത്തിൽ 36 പ്രസിദ്ധരായ ചിത്രകാരന്മാരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹ്യൂമൻ ഫേസ് ഓഫ് ദ ഡിവൈൻ എന്ന് പറഞ്ഞ് പേരിട്ടിട്ടുള്ള ഒരു പ്രത്യേകമായൊരു ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലും ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ബാംഗ്ലൂരിലെ ഒരു അനുഭവം കൂടി പറഞ്ഞാൽ, അവിടെ ശ്രീ രവിശങ്കർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് വേണ്ടി
യേശുവിന്റെ ഒരു വളരെ വലിയ ചിത്രം, ഒരു 6 അടിയുള്ള ചിത്രം, ജീസസ് ഇങ്ങനെ ഒരു സിറ്റിംഗ് പോസ്റ്ററിൽ ഇരിക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ ആശ്രമത്തിന് വേണ്ടി ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ചെയ്ത ഒരു വലിയ വർക്കാണ്. തീർച്ചയായിട്ടും അത് ഒരു ഭയങ്കര ഒരു അനുഭവമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അറിവും അനുഭവവും ഒക്കെ തരുന്നതാണ് ക്യാമ്പുകൾ. ഇപ്പൊ കുട്ടികൾക്കായാലും ഇപ്പൊ കോളേജിൽ അധ്യാപകനാണല്ലോ, ക്യാമ്പുകളൊക്കെ എന്തെങ്കിലും അങ്ങനെ സംഘടിപ്പിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട്. ഞങ്ങളിപ്പോ ഈ ചിത്രം വരയ്ക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ കൂടി കാർപ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അത് കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്നാണ് കാർപ്പിന്റെ. കാർപ്പ് ഒരു മത്സ്യമാണ്. കാർപ്പ്, ആ മത്സ്യം എന്ന് പറഞ്ഞാൽ ജീസസ് എന്ന് എഴുതുന്ന ഈസ്തോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വാക്ക് മത്സ്യം എന്നാണ്. അപ്പൊ അങ്ങനെ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പോഴത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ലിംഗത്തിന്റെയും ഒക്കെ പേരിൽ പരസ്പരം ആളുകൾ അകന്നു പോവുകയും മല്ലടിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ ചിത്രം ഒരു ദൈവം നമുക്ക് തന്ന ഒരു വലിയ ഒരു സമ്മാനമാണ് കല എന്ന് പറഞ്ഞാൽ. ആ കലയിലൂടെ പരസ്പരം ഹൃദയങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സിബിഷൻസ് മാത്രമല്ല, ചെറിയ ചെറിയ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ സാപ്പ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസ് ആർട്ട് ഫോർ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള സാപ്പ് എന്ന് പറഞ്ഞ സാധനം ഈ കാർപ്പിന്റെ കീഴിൽ തന്നെയുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് 2-3 ദിവസം ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് സ്കൂളുകളിലെ കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരെ ഈ പ്രത്യേകിച്ചും ക്യാൻവാസിലൊന്നും വരയ്ക്കാത്ത കുട്ടികളെ അങ്ങനെ വരയ്ക്കാനായിട്ട് ഒരു പ്രോത്സാഹനം കൊടുത്ത് അവരുടെ ചിത്രങ്ങൾ പൊതുവായിട്ട് എവിടെയെങ്കിലും പ്രദർശിപ്പിക്കുന്ന തരത്തിൽ അപ്പൊ ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുകയും ഒരുമിച്ച് പ്രദർശനം നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ ക്യാമ്പുകൾ പലതും ഞങ്ങൾ ഇപ്പം കേരളത്തിൽ പലയിടത്തും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതുപോലെ നമ്മൾ വരയ്ക്കുന്ന ചിത്രങ്ങളോട് നമുക്ക് എല്ലാ ചിത്രങ്ങളും ഒരുപോലെയാണ്, എല്ലാ ചിത്രങ്ങളോടും വളരെ ഇഷ്ടമായിരിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു പ്രത്യേക ചിത്രത്തിനോട് ഒരു അടുപ്പം ഉണ്ടാവും, ഒരു ആത്മബന്ധം ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു ചിത്രമുണ്ടോ? അങ്ങനെ ഒരു പ്രത്യേക ഒരു ചിത്രം എനിക്ക് പറയാനില്ല. എല്ലാ ചിത്രങ്ങളോടും ഇഷ്ടമാണ്. പക്ഷെ ചിത്രങ്ങളും അങ്ങനെ ഒരുപാടെല്ലാം ഞാൻ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാറൊന്നുമില്ല. പലപ്പോഴും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് അത് കൊടുക്കുകയാണ്. എന്റെ കയ്യിലധികം അങ്ങനെ സൂക്ഷിച്ചു വെക്കാറില്ല. ഇപ്പൊ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മൾ വരച്ച അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഫീലിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഒരു സങ്കടമൊന്നുമില്ല, സന്തോഷമുള്ള അവരുടെ ഭിത്തിയിൽ ഇരിക്കുമല്ലോ. അപ്പൊ അവര് നമ്മളെ ഓർക്കുമല്ലോ ഈ ചിത്രം കാണുമ്പോൾ. അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യത്തിൽ പല ചിത്രകാരന്മാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വളരെ നിശബ്ദമായ ഒരു അന്തരീക്ഷം വേണം വരയ്ക്കാനായിട്ട്, ഇല്ലെങ്കിൽ എഴുതുന്നവർ വരെ അങ്ങനെ വളരെ ഒരു സൈലന്റ് മൂഡ് വേണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഫാദറിന് എങ്ങനെയുള്ള ഒരു സമയമാണ് വരയ്ക്കാനായിട്ട് തിരഞ്ഞെടുക്കാറ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. പലപ്പോഴും ഉള്ളിൽ നിന്നും പുറത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഇത്തിരി തിരക്കുള്ള സമയമാണ്. കോളേജിൽ പഠിപ്പിക്കുന്നതിന് തിരക്കുണ്ട്, വേറെ ഇച്ചിരി എഴുതും വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെയും ചില കാര്യങ്ങൾ തിരക്കുള്ള ഉണ്ട്. അതിനിടയ്ക്ക് വരയ്ക്കാൻ അങ്ങനെ സമയമൊന്നുമില്ല. വരയ്ക്കാൻ ഒരു മൂഡ് തോന്നിയാൽ തീർച്ചയായിട്ടും അത് വരയ്ക്കുക, അത് തന്നെയാണ്. പിന്നെ പലപ്പോഴും ഈ പ്രചോദനമാണ്, പ്രഷറാണ്, ഇത് വേണം ഇത്ര പെട്ടെന്ന് ചെയ്തു തരണം എന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറയുമ്പോഴാണ് ചെയ്യുന്നത്. അച്ഛൻ കാർപ്പ് എന്ന് പറയുന്ന ഒരു അസോസിയേഷനെ പറ്റി പറഞ്ഞു, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? കാർപ്പ് എന്ന് പറഞ്ഞാൽ കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹത്തിൽ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് ഞങ്ങൾ കുറച്ചുപേര് ഒരുമിച്ച് കൂടി ചെയ്യുന്നു. ഇപ്പം വളരെ കുറച്ചുപേര്, 8-9 പേരേ ഉള്ളൂ. ഇനിയും ഈ സമാന മനസ്കരായ ധാരാളം ആളുകളെ ഞങ്ങൾ അതിലേക്ക് ഉൾച്ചേർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് നടത്തിയത്, ഞങ്ങൾ തന്നെ ഒരുമിച്ചിരുന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് വാഗമണ്ണിൽ ഞങ്ങൾ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ പരസ്പരം അറിയുന്നവരൊന്നും ആയിരുന്നില്ല അവിടെ ചെന്നപ്പോൾ. അപ്പൊ ഞങ്ങൾ പരസ്പരം ഒരു സമാനഹൃദയരായ ആളുകൾ ഒരുമിച്ചിരുന്ന് കലയ്ക്ക് വേണ്ടി മാത്രം, അതാണ് മുദ്രാവാക്യം, മറ്റൊന്നിനു വേണ്ടിയല്ല, കലയ്ക്ക് വേണ്ടി മാത്രം ഒരുമിച്ചിരുന്ന് വാഗമണ്ണിലെ മനോഹരമായ ഒരു കാലാവസ്ഥയും നല്ല അന്തരീക്ഷവും ഒക്കെ ആയിട്ടുള്ള അവിടെ ഇരുന്ന് ഞങ്ങളിങ്ങനെ വരച്ചപ്പോൾ അതൊരു പുതിയൊരു അനുഭവമായിട്ട് വന്നു. അപ്പൊ അതിന്റെ ഞങ്ങളുടെ ആ ഒരു ചിത്രങ്ങളെല്ലാം അധികം താമസിയാതെ തന്നെ ഞങ്ങൾ കുറെ കുട്ടികൾക്കും കൂടെ ഒരു ക്യാമ്പ്, നേരത്തെ പറഞ്ഞ സാപ്പിൽ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഒരു 68 കുട്ടികളുടെ ചിത്രങ്ങളും ഞങ്ങളുടെ ചിത്രങ്ങളും കൂടെ ഒരുമിച്ച് എറണാകുളത്ത് ദർബാർ ഹാളിൽ ഒരു പ്രദർശനം വെച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു. കാരണം ദർബാർ ഹാളിൽ അത്രയും അധികം ആളുകൾ വന്നിട്ടുള്ള ചിത്ര പ്രദർശനങ്ങൾ അധികം ഉണ്ടായില്ല. കാരണം കുട്ടികളുടെ എല്ലാം പേരൻസൊക്കെ വരും, പേരൻസും അവരെ കാണാനുള്ള ആൾ. അവർ ആദ്യമായിട്ടാണ് പലരും ഈ വലിയ ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്ന കുട്ടികൾ. കടലാസിൽ വരച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു വലിയ കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക്. നമുക്കിപ്പോ എനിക്ക് അറിയാൻ പാടില്ല, തെറ്റിപ്പോകുന്നൊക്കെയാണല്ലോ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പേടിയാണല്ലോ. അപ്പൊ അതൊക്കെ മറന്ന് അവർക്ക് വളരെ ചില ചിത്രങ്ങളൊക്കെ, കുട്ടികളുടെ ചിത്രങ്ങൾ അവിടെ വിറ്റുപോവുകയും ചെയ്തു.
അപ്പൊ അതൊക്കെ അവർക്ക് വളരെ ഭയങ്കര കോൺഫിഡൻസ് തരും. തീർച്ചയായിട്ടും അത് ഒരു കിട്ടിയ ഒരു അനുഭവമായിരുന്നു. അപ്പൊ അതൊക്കെയാണ് ഞങ്ങളെ കൂടുതൽ അത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും കേരളത്തിലുടനീളം, കേരളത്തിന് പുറത്തേക്കും ഒക്കെ ഇത്തരം ക്യാമ്പുകളിലൂടെ സഞ്ചരിക്കാനും, അങ്ങനെ കുട്ടികളിലൂടെയാണ് ഒരുപക്ഷെ ഒരു മാറ്റം. നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ അവരാണ്. അപ്പൊ അവർക്ക് ഇന്ന് തന്നെ നമുക്ക് പുതിയ വാല്യൂസ്, നല്ല മൂല്യങ്ങൾ കൊടുക്കാൻ, മനുഷ്യരാണ് പ്രധാനം എന്ന് പറയാൻ, മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ ഈ ഒരു അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് കടക്കാനൊക്കെയുള്ള നല്ല സ്വപ്നങ്ങൾ കാണാൻ, നല്ല മനുഷ്യരായി തീരാനൊക്കെയുള്ള ഒരു കലയ്ക്ക് സാധിക്കുന്ന വലിയൊരു കാര്യമാണ്. അതിന് ഒരു ചെറിയ നിമിത്തമാകാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് മാത്രം. ഫാദർ വരയ്ക്കുമ്പോൾ മറ്റുള്ള ഏതെങ്കിലും ചിത്രകാരന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ ഔദ്യോഗികമായ ഒരു ചിത്രകലാ പഠനത്തിന്റെ ഭാഗമായിരുന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ആർത്തിയോട് വായിച്ചിട്ടുണ്ട് ചിത്രകലാ ചരിത്രത്തെക്കുറിച്ച്. അപ്പൊ എനിക്ക് റിനൈസൻസ് കാലത്തുള്ള ഒരുപാട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡാവിഞ്ചിയും മൈക്കലാഞ്ചലോയും ഒക്കെ റാഫേലും ഒക്കെ എന്റെ ഇഷ്ടപ്പെട്ട ചിത്രകാരന്മാർ തന്നെയാണ്. പക്ഷെ എങ്കിലും കുറെ കൂടെ മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് എൽ ഗ്രേക്കോ എന്ന് പറഞ്ഞൊരു ചിത്രകാരനെ പരിചയപ്പെട്ടു. എൽ ഗ്രേക്കോ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു ചിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത അനാട്ടമിയൊക്കെ തെറ്റിച്ചിട്ട് അദ്ദേഹം വരയ്ക്കുന്നത്. സാധാരണ ഒരു ഹ്യൂമൻ അനാട്ടമി അതൊക്കെ തെറ്റിച്ച് വളരെ ദീർഘകായന്മാരായ ആളുകളൊക്കെ വരയ്ക്കും. 8-9 മീറ്റർ നീളമുള്ള ആളുകളൊക്കെ വരയ്ക്കും. പക്ഷെ അതിനകത്തൊക്കെ അവരുടെ കണ്ണുകളിലൊക്കെ ഒരു പ്രത്യേക തിളക്കമൊക്കെയുണ്ട്. അദ്ദേഹം ജീസസിന്റെ ഒക്കെ പല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. പക്ഷെ ഒക്കെ ഒരു ഗൗരവത്തോടെ ചിത്രത്തെ കാണുകയൊക്കെ ചെയ്യുന്ന ഒരു കലാകാരനാണ്. അപ്പൊ എനിക്ക് എൽ ഗ്രേക്കോയുടെ ചിത്രങ്ങൾ വളരെ ഇഷ്ടമാണ്. പിന്നെ ആൽഫ്രഡ് ഡൂറർ എന്ന് പറഞ്ഞ ഒരു ചിത്രകാരനുണ്ട്, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ സൂററ്റ് എന്ന് പറഞ്ഞ പോയിന്റലിസം എന്ന് പറഞ്ഞ ഒരു കാര്യം ചിത്രകലയിൽ കൊണ്ടുവന്നയാളാണ് ജോർജ് സൂററ്റ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ എനിക്ക് വളരെ സ്വാധീനമാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് സൽവാദോർ ഡാലി എന്ന് വളരെ പ്രസിദ്ധനായ സറിയലിസ്റ്റിക് ചിത്രകാരനുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും അല്ല, ചില ചിത്രങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ സെയിന്റ് ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു ആസ്ഥാന കവിയും ചിത്രകാരനും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ജയിലിൽ കുറച്ചു നാൾ കിടന്നിട്ടുണ്ട്. അപ്പൊ ജയിലിൽ കിടന്നപ്പോൾ ജയിലിന്റെ ഭിത്തിയിൽ അദ്ദേഹം ഒരു കുരിശുരൂപം വരച്ചിട്ടുണ്ട്. സാധാരണ കുരിശുരൂപമല്ല, അത് പിതാവായ ദൈവം മുകളിൽ നിന്ന് നോക്കുകയാണ് പുത്രനെ. അപ്പൊ മുകളിൽ നിന്ന് നോക്കുന്ന ഒരു വിഷനാണ് അതിനകത്തുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ചെരിഞ്ഞ ഒരു ഇതുവരെയും ആരും കാണാത്ത ഒരു കുരിശിന്റെ ഒരു ചിത്രമുണ്ട്. ഇതിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടിട്ട് ദാലി വരച്ചിട്ടുള്ള ഒരു ചിത്രമുണ്ട് ഏകദേശം. അപ്പൊ അത്തരത്തിൽ എന്തൊക്കെയോ ചില ഒരു കണക്ഷൻസ് എനിക്കും അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് അതുകൊണ്ട് സൽവാദോർ ദാലിയുടെ ഒരുപാട് പല കുരിശുകൾ വരയ്ക്കാൻ പരീക്ഷിക്കുന്ന ആളാണല്ലോ. അതെയല്ലോ. അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു അബോധത്തിലുണ്ടാവാം, ഇത്തരം ചില സ്വാധീനങ്ങൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള കുറെ അധികം ആളുകളെ എനിക്ക് ഒരു ഇഷ്ടമുണ്ട് ചിത്രകാരൻ. പക്ഷെ അവരൊന്നും ഞാൻ അനുകരിക്കുകയല്ല, ഞാൻ എന്റെ ഒരു വഴി നോക്കുകയാണ്. പക്ഷെ ഇവരുടെ ചിത്രങ്ങളിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ ചിത്രകാരന്മാരും എല്ലാ ചിത്രങ്ങളും അല്ല, എന്നാലും എന്തൊക്കെയോ ചില എനിക്കത് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞൂടാ. അങ്ങനെയാണ് അതിന്റെ ഈ അനാറ്റമി തെറ്റിച്ചിട്ടുള്ള ചിത്രകലയെ കുറിച്ച് പറഞ്ഞല്ലോ, അത് വരച്ചു നോക്കിയോ? ഞാനും വരയ്ക്കുമ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ സ്റ്റൈലിലല്ല, മറിച്ച് ഞാനിപ്പം കുരിശു വരയ്ക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനകത്ത് ജീസസിനെ വരയ്ക്കുന്ന ഞാൻ ഒരിക്കലും ഒരു നാച്ചുറൽ ആയിട്ട് രീതിയിലല്ല, എന്ന് പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടല്ല. അദ്ദേഹത്തിന്റെ കൈയും കാലും ഒക്കെ വളരെ നീളമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് ചെയ്യുന്ന ആ ഒരു പെയിൻ, ജീസസ് എടുത്ത ആ ഒരു വേദനയെക്കുറിച്ച് എങ്ങനെ ആവിഷ്കരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ഒരു കലയിലൂടെ സാധ്യമാകുന്ന ഒരു കാര്യം. ഇപ്പൊ ഒരു വരയും ഒരു വരിയും ഒരു വാക്കും ഒക്കെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും കലയ്ക്ക്. അപ്പൊ അത്തരത്തിൽ കുറെ കൂടെ അധികം മാനം കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ അബ്സ്ട്രാക്ട് പെയിന്റിംഗിലേക്ക് വന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ചില സങ്കേതങ്ങൾ എനിക്ക് അത്തരം ചില പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു.
ഒരുപാട് സ്വപ്നം കാണുന്നവരാണ്. തീർച്ചയായിട്ടും ഫാദറിനും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. വരയിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം? വരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നമാണ് ഇപ്പോൾ ഈ സാപ്പ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഞങ്ങളുടെ ചെറിയ പ്രവർത്തനം. എളിയ പ്രവർത്തനമാണെന്ന് തന്നെ പറയാം, വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എങ്കിലും ആ കുട്ടികളുടെ മനസ്സിൽ ഈ ഒരു പാരസ്പര്യത്തിന്റെയും ക്ഷമയുടെയും നന്മയുടെയും മാനുഷികതയുടെയും ഒക്കെ മൂല്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കാൻ കലയിലൂടെ സാധിക്കുകയാണ്. അതൊരു വലിയ സ്വപ്നമാണ്. കാരണം അങ്ങനെ വേണം. എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ വർത്തമാനകാല കേരളത്തിൽ എന്റെ ഈ ഒരു ജീവിതം കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുന്നുണ്ട്. നമുക്ക് പരസ്പരം മറ്റു മതങ്ങളെക്കുറിച്ച് അറിയാൻ പാടില്ല, മറ്റു മനുഷ്യരെക്കുറിച്ച് അറിയാൻ പാടില്ല. അങ്ങനെ വല്ലാതെ മനുഷ്യരിങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കുഞ്ഞു കുഞ്ഞു തുരുത്തുകളായി പോവാണ്. വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ വല്ലാതെ തുരുത്തുകളായി സ്വാർത്ഥരായിട്ട് ചുരുങ്ങാണ്. അപ്പൊ അതിൽ നിന്ന് കുറച്ചൊന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തു കിടക്കാൻ, കുറച്ചുകൂടെ നല്ല മനുഷ്യരായി ജീവിക്കാൻ, ഏറ്റവും നല്ല മനുഷ്യത്വത്തിന്റെ അടിത്തറയിൽ വേണം നമുക്ക് നമ്മുടെ വിശ്വാസവും മതബോധവും നമ്മുടെ പൗരത്വവും നമ്മുടെ രാഷ്ട്രബോധവും ഒക്കെ കെട്ടിപ്പൊക്കേണ്ടത് ഈ മനുഷ്യത്വത്തിന്റെ അടിത്തറയിലാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ ആവശ്യമാണ്. വളരെ വളരെ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളെ അങ്ങനെ ഇൻസ്പയർ ചെയ്ത് കുറച്ചുകൂടെ ഒരു കൊണ്ടുപോകാം എന്നുള്ളൊരു, അതാണ് എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിന് നമ്മുടെ ദൈവം തന്ന കല എന്ന ഒരു മാധ്യമത്തെ നമ്മൾ ഉപാധിയാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ ഈ 2-3 ദിവസം അവരുടെ അടുത്ത് പോയി ക്യാമ്പ് ചെയ്ത്, അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ചിത്രകല അധ്യാപകരുണ്ട്. ഈ ഒരു ഇതിന്റെ ചിത്രകല അധ്യാപകരുണ്ട്. അപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികളെ അവരെ ആദ്യം ഞങ്ങൾ കടലാസിലൊക്കെയാണ് വരപ്പിക്കുന്നത്. കാരണം വലിയൊരു സ്പേസിലേക്ക് അവർ വച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് വീണ്ടും അതിനെ ക്യാൻവാസിലേക്ക് പകർത്തുന്നു. ഈ പെയിന്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ല ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് എക്സ്പീരിയൻസ് കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടും. തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. ഫാദർ, ഇപ്പൊ കുട്ടികൾക്ക് വരയ്ക്കാൻ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞു. കുട്ടികളിൽ ചിത്രങ്ങൾ എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടുവന്നിട്ടുണ്ട്? ഫാദറിന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, നമുക്കറിയാം ഒരുപക്ഷെ ഒരു ഭാഷ വികസിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു കാഴ്ചബോധം വികസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടെലിവിഷന്റെ ഒരു കാലത്ത് നമ്മൾ പ്രത്യേകിച്ചും കാഴ്ചയാണ് വികസിക്കുന്നത്. കേൾവി കുറയുകയും കണ്ണ് കുറെ കൂടെ തെളിച്ചമുള്ളതായി തീരുകയും ചെയ്തൊരു തലമുറയാണ് വർത്തമാനകാല തലമുറ. അപ്പൊ അവർക്ക് ചിത്രങ്ങൾ അവർ വേഗം സംവദിക്കുന്നുണ്ടെന്നാണ് എന്റെ ഒരു ധാരണ. നമുക്കൊരു ആറ്റുകാട്ടിലൊക്കെ പോയാൽ കുട്ടികൾ ഇങ്ങനെ വളരെ നിശബ്ദമായി ഈ ചിത്രത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ ചിത്രങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ടാവാം. ഇപ്പൊ ഈ കുട്ടികളുമായിട്ടുള്ള ഈ കലാപരമായ ക്യാമ്പുകളുടെ ഒരു അനുഭവം അത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് അവർക്കത് പിടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അവരെ വളരെ പെട്ടെന്ന് ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലസ്ട്രേഷൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പുസ്തകങ്ങൾക്ക് വേണ്ടി വരയ്ക്കാറുണ്ടോ? ഞാനൊരു 10-15 പുസ്തകങ്ങൾക്ക് വേണ്ടി ഇലസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എനിക്കൊരു വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും എന്നോണം തന്നെ ഞാൻ വരയ്ക്കും എന്തെങ്കിലും. അത് മിക്കവാറും ഇലസ്ട്രേഷൻസ്, പെയിന്റിങ്ങിലേക്കൊന്നും പോകാൻ സമയമില്ല. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്നാണ്, വളരെ സ്കെച്ച് നോക്കി ചെയ്യുന്നതല്ല, ജസ്റ്റ് ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരച്ചിങ്ങനെ ഒരു കൈക്കൊരു ഓട്ടം ഉണ്ടാകുക എന്ന് പറയും, ഒരു തഴക്കം ഉണ്ടാകുക എന്ന് പറയും. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് മിക്കവാറൊക്കെ. അത് മിക്കവാറൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുരിശോ അങ്ങനെയൊക്കെ ആയി മാറാറുണ്ട് അവസാനം. അതിപ്പോ നമ്മുടെ ഒരു ഒബ്സഷൻ പോലെ ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമായിരിക്കാം. എങ്ങനെ വന്നാലും അവസാനം കുരിശിലേക്ക് വരും. അങ്ങനെ ഒരു ഇതല്ല, പക്ഷെ ഞാൻ അതിനെ ഇങ്ങനെ പല രീതിയിൽ, അതുകൊണ്ടാണ് പല തരത്തിലേക്ക് അതിനെ മാറുന്നത്. 10,000 വെറൈറ്റി ആയിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടായത് അതുകൊണ്ടാണ്. നമ്മളെല്ലാവരും അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ്, അംഗീകാരത്തിന്റെ പടവുകൾ കയറാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഫാദറിന് അങ്ങനെ എന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടിയതായിട്ട് ഒന്ന് പറയാമോ? അല്ല, തീർച്ചയായിട്ടും ഇപ്പൊ ആദ്യം ഏറ്റവും അവാർഡ് എന്നുള്ള രീതിയിൽ തന്നെ വേണമെന്നില്ല. അല്ല, കുഞ്ഞുനാൾ തൊട്ട് തന്നെ പറയാലോ. ഇപ്പൊ കുഞ്ഞുനാൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ 1-2 പുതിയ വരയുടെ മെത്തേഡ് കണ്ടുപിടിച്ചു. അതെന്ന് ചോദിച്ചാൽ ഞാനൊരു പൂച്ചയെ എല്ലാവരും വരയ്ക്കും, പക്ഷെ ഞാൻ പൂച്ചയെ വരയ്ക്കുന്നത് പോലീസുകാരനായിട്ടാണ്. അപ്പൊ പൂച്ച പോലീസ് എന്ന് പറഞ്ഞൊരു സാധ്യത. അപ്പൊ ആ പൂച്ച പോലീസിന് ഒരുപാട് ആളുകളുണ്ട്, ഇത് വരച്ചു തരണം. അന്നത്തെ കാലത്താണ്, ചെറിയൊരു കാലം, പഴയ കാലം. അതൊരു പൂച്ച സന്യാസി. അപ്പൊ ഇതിങ്ങനെ പൂച്ച ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യുന്ന പോലെ, കമണ്ടലും ഒക്കെ വെച്ചിട്ട് തപസ് ചെയ്യുന്ന പോലെ, യോഗദണ്ഡൊക്കെ വെച്ച് തപസ് ചെയ്യുന്ന പോലെ ഒരു ചിത്രം വരച്ചു. അത് ഭാവനയെന്ന് വരയ്ക്കുന്നതാണ്. പക്ഷെ അതൊരു ബ്രാൻഡ് നെയിം പോലെ സ്കൂളിലൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ ആ കൂട്ടുകാരിൽ നിന്നുള്ള പ്രോത്സാഹനം. പിന്നെ പലപ്പോഴും സ്കൂളുകളിലെ ചിത്രകലാ അധ്യാപകർ പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഒക്കെ കാണിച്ചിട്ടുണ്ട് വരയ്ക്കുന്ന ആളുകളാണ്. സമ്മാനങ്ങളൊക്കെ സ്കൂളിൽ, ഹൈസ്കൂളിൽ ലെവലിലൊക്കെ കിട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പിന്നെ സഭയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അധികാരികളുടെ പ്രോത്സാഹനം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഫീസ് ഡേയും അങ്ങനെയുള്ള ആഘോഷമൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു പരിമിതമായ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും അവിടെയും ഞങ്ങൾക്ക് വരയ്ക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സെമിനാരികൾ തമ്മിലുള്ള മത്സരങ്ങളൊക്കെ നടക്കും. ബാംഗ്ലൂരൊക്കെ ഉണ്ട്, ഇന്റർ സെമിനാരി മത്സരങ്ങളൊക്കെ ഉണ്ട്, അവിടെയും സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ ഒരുപാട് ആളുകൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം ധാരാളം അംഗീകാരങ്ങൾ, നന്മയുടെ നല്ല വാക്കുകൾ, നല്ല അംഗീകാരങ്ങളൊക്കെ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ട്.
അപ്പൊ അച്ഛന് ഒരുപാട് ചിത്രങ്ങൾ ഇനിയും വരയ്ക്കാനും അതുപോലെ തന്നെ സാപ്പ് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അത് കുറച്ചുകൂടെ മുമ്പോട്ടേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും എഴുത്തിലും എല്ലാത്തിലും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. വരയിലേക്കുള്ള വഴിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ആർട്ടിസ്റ്റിന്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.